ഹലോ ഗേസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ബ്രെഡ് കസ്റ്റാർഡ് പുഡിംഗ് ആണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 12 പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. അങ്ങനെ ഇവിടെ എല്ലാത്തിൻ്റെയും സൈഡൊക്കെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഓരോ ബ്രെഡും ഇതുപോലെ 4 പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് നട്ട്സ് ആണ് കേട്ടോ. കുറച്ച് ബദം, അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ, ഒരു കുറച്ച് പാലിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുത്ത് മാറ്റി വെക്കണം കേട്ടോ. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് പീസസ് ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് മിൽമ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഓരോ പീസായിട്ട് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാതും ഇതുപോലെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അതേ പാനിൽ തന്നെ കുറച്ചുകൂടി മിൽമ നെയ്യ് ഒഴിച്ചിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും അതുപോലെ തന്നെ ബദവും ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. അങ്ങനെയെല്ലാം ഫ്രൈ ചെയ്ത് നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കണം. അതിലോട്ട് പാല് ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ പാലൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലോട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ പാലൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ പാലിൻ്റെയും കസ്റ്റർഡിൻ്റെയും കൂടെ മിക്സ് ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ ഇതിലോട്ട്. അങ്ങനെ നമ്മൾ ഇതിലോട്ട് കുറച്ച് വാനില എസൻസ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിർബന്ധമൊന്നുമില്ല, നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കട്ടോ. അങ്ങനെ ഇനി നമ്മളൊരു ട്രേ എടുക്കണം. ട്രേയിൽ കുറച്ച് മിൽമ നെയ്യ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് എല്ലായിടത്തേക്കും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പുഡിങ് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ നമ്മൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഓരോ പീസസ് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ ബ്രെഡ് പീസസും ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള കസ്റ്റാർഡിൻ്റെ മിക്സ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നട്ട്സും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ശേഷം നമ്മൾ വീണ്ടും ബ്രെഡിൻ്റെ ഒരു ലെയർ കൂടി സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ശേഷം വീണ്ടും ബ്രെഡ്സിൻ്റെ മുകളിൽ നമ്മൾ ആ കസ്റ്റർഡിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബ്രെഡ് ഒക്കെ നന്നായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ആ കസ്റ്റർഡിൻ്റെ മിക്സ് ഒന്ന് ഒഴിച്ച് ലെവലാക്കി എടുക്കണം കേട്ടോ. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സ് എല്ലാം ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ.
അപ്പം നമ്മുടെ ബ്രെഡ് കസ്റ്റർഡ് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ പുഡിംഗ് ഫ്രിഡ്ജിലൊക്കെ വെച്ച് നന്നായി സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും ബൈ.